ഒരുപാട് പട്ടികളുടെ പേരിൽ പോലും കാശ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് അവസ്ഥയാണെന്ന് അറിയോ അത്? എത്രത്തോളം നായ്ക്കളെ വന്ധ്യീകരിച്ചു എന്നവർ കണക്ക് കൊടുത്തോ അതിൻ്റെ നാലിരട്ടിയോളം നായ്ക്കളാണ് ഇന്ന് ഈ നാട്ടിലുള്ളത്. പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല എന്താ ചെയ്യുന്നറിയില്ല. വന്ധ്യീകരണം അതൊന്നും നടക്കും തോന്നുന്നില്ല. ഈ നായ് കടിച്ചതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ടവൻ 10,000 രൂപ ചെലവാക്കേണ്ടി വന്നു. ഈ നാടിൻ്റെ അവസ്ഥയാണ്. എനിക്ക് ഇപ്പോഴും സങ്കടമുള്ള കാര്യം ചിലത് ഈ ഒരു കൊല്ലത്ത് അവിടെ ഒരു കൊച്ചിന് കൊടുത്ത വാക്സിൻ 3 വാക്സിൻ കൊടുത്തിട്ടുള്ള കൊച്ചു മരിച്ചുപോയി. എന്തിനാണ്? പട്ടിയെ പേടിച്ചൊരു വടി കൂടി കയ്യിൽ എടുക്കേണ്ട ഗതികേടിലാണ് ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി. ഇത് ആരോട് ചോദിക്കാനാണ്, ആരോട് പറയാനാണ്? നമസ്കാരം. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വാർത്ത ചെയ്തിട്ടുണ്ട്. അതായത് ഈ നായ്ക്കളുടെ വിഷയങ്ങളൊക്കെ, അതായത് നമ്മുടെ ഈ അളിഞ്ഞിരിക്കുന്ന നായ്ക്കളുടെ വിഷയങ്ങളൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരുപാട് വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ട്. അവൻ്റെ വന്ധീകരണം അല്ലെങ്കിൽ തന്നെ അവർക്ക് ചെയ്ത ഇഞ്ചക്ഷൻ്റെ വാക്സിനുള്ളതിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവിൽ മീൻസ് അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഒരു കുറഞ്ഞ ഇതിൽ അവർ കൊടുത്തതിന് ശേഷം അവരെ കാലിലൊക്കെ ഇങ്ങനെ നീരൊക്കെ വന്നിട്ട് അതെല്ലാം നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ തീരത്തില്ല. എനിക്ക് ഇപ്പോഴും സങ്കടമുള്ള കാര്യം ചിലത് ഈ ഒരു കൊല്ലത്ത് അവിടെ ഒരു കൊച്ചിന് കൊടുത്ത വാക്സിൻ 3 വാക്സിൻ കൊടുത്തിട്ടുള്ള കൊച്ചു മരിച്ചുപോയി. എന്തിനാണ്? ആ വാക്സിന് അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ്? സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഐത്തലുണ്ട്. ഐത്തല പറയട്ടെ. ഒരു കൊച്ചു മരിച്ചു കേട്ടോ. അതെ, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ പേവിഷബാധയേറ്റ് മരിച്ചൊരു കുട്ടിയുടെ കഥയാണ് ന്യൂസിൽ ലൈവായിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യരംഗത്തെ പിടിപ്പുകേടിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ന് പേവിഷബാധയേറ്റ് മരിച്ച കുട്ടി 3ഓളം വാക്സിൻ എടുത്തു എന്നാണ് പറയുന്നത്. കൊല്ലത്തുകാരിയായ കുട്ടി തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. 7 വയസ്സാണ് പ്രായം. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ആ പ്രായത്തിലൊരു കുട്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. ഇന്നിവിടെ നമ്മുടെ ഈ പ്രദേശത്തും നിരവധി നായ്ക്കളുണ്ട്. വന്ധ്യംകരണത്തിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ ഈ കേരള സംസ്ഥാനത്ത് നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനായി ചിലവാക്കി. എത്രത്തോളം നായ്ക്കളെ വന്ധ്യീകരിച്ചു എന്നവർ കണക്ക് കൊടുത്തോ അതിൻ്റെ നാലിരട്ടിയോളം നായ്ക്കളാണ് ഇന്ന് ഈ നാട്ടിലുള്ളത്. ഈ നായ്ക്കൾക്ക് വന്ധ്യംകരണം നടത്തിയെന്ന് പറയുന്നതല്ലാതെ അത് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം സത്യസന്ധമായിരുന്നു എന്നത് ഇന്നത്തെ നായ്ക്കളുടെ വർധനവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വന്ധ്യംകരിച്ച നായ്ക്കളൊക്കെ പ്രസവിക്കുകയാണ്, നിരവധി കുട്ടികളുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ചെയ്തതൊക്കെ തന്നെ തട്ടിപ്പായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കുട്ടി മരിക്കാനിടയായ സംഭവം. വാക്സിൻ കൃത്യമായി പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ കുത്തിവയ്ക്കാനുള്ള വാക്സിൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലുകളൊന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം. പലരും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുകയാണ്. നമ്മുടെ ഈ ഭാഗത്ത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഇന്നലെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 12ഓളം പേരെ പട്ടി കടിച്ചു. ഇന്നലെ മാത്രം ആ പട്ടി കടിച്ചിട്ടുള്ളത് ഒരു 4 പേരെ കടിച്ചു. ഇതിൽ 2 പേര്, ഒരാൾ പാരിപ്പള്ളി മെഡിക്കൽ ഹോസ്പിറ്റലിലും ഒരാൾ കോസ്മോ ഹോസ്പിറ്റലിൽ പോയി എടുത്തു. ഈ കോസ്മോയിൽ പോയ ആൾ ഞാൻ ഇന്നലെ കണ്ടപ്പോഴത്തെ അദ്ദേഹം പറയുന്നത് 10,000 രൂപ അദ്ദേഹത്തിന് ഇന്നലെ ചിലവായി. ഈ നായ് കടിച്ചതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ടവൻ 10,000 രൂപ ചിലവാക്കേണ്ടി വന്നു. ഈ നാടിൻ്റെ അവസ്ഥയാണ്. ഈ നായ്ക്കൾ പെരുകിയിട്ട് ഇതിന് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇവിടെ വന്ധ്യംകരിച്ചു, ലക്ഷക്കണക്കിന് രൂപ പല മൃഗാശുപത്രികളിലും ചിലവാക്കി, പട്ടിയെ കൊണ്ടിട്ടു, അതിന് തീറ്റ കൊടുത്തു, അതിന് ചെവി കണ്ടിച്ചു, എന്തൊക്കെ കണ്ടിച്ചു. പക്ഷെ ഒന്നും സക്സസ് ആയില്ല എന്നതാണ് ഈ നാട്ടിലെ സ്ഥിതി. ഈ നായ്ക്കൾ കാരണം ഈ നാട് നരകിക്കുകയാണ്. ഇന്ന് ഈ പ്രദേശത്തുകൂടി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. പലരും വടി കുത്തി പോകുമ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ഈ വടി? അത് പട്ടിയെ പേടിച്ചിട്ടാ, അല്ലാതെ അവർക്ക് സാധാരണ രീതിയിൽ നടക്കാൻ വയ്യാഞ്ഞിട്ടല്ല. പട്ടിയെ പേടിച്ചൊരു വടി കൂടി കയ്യിൽ എടുക്കേണ്ട ഗതികേടിലാണ് ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി. ഇത് ആരോട് ചോദിക്കാനാണ്, ആരോട് പറയാനാണ്? ഇത് ജനങ്ങളോടുള്ള പരീക്ഷണമാണ്. ഈ നഗരസഭയുടെ ഈ ഭരണാധികാരികൾ ജനങ്ങളോട് നടത്തുന്ന ഒരു പരീക്ഷണമായിട്ട് മാറിയിരിക്കുകയാണ്. അടിയന്തരമായി ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്കാരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് സ്റ്റേറ്റിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ നിവാസി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഇതിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ല. ഈ പട്ടികളെല്ലാം ഞങ്ങൾ കൈയും കെട്ടി അവിടെ കൊണ്ട് തരേണ്ടി വരും, മുനിസിപ്പാലിറ്റി നടത്തേണ്ടി വരും. നമസ്കാരം. ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് വളരെ എന്താ പറയുക ഈ വാർത്ത ചെയ്യുന്നത് കാരണം മീൻസ് വരുന്നല്ല. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഇതേപോലെ സ്കൂളൊക്കെ ഉണ്ട്. അവിടെ ഈ പറയുന്ന ആൾക്കാർ ഒരുപാട് പേരൊക്കെ വന്നിട്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ആൾക്കാർ വന്നിട്ട് എൻ്റെ മാമ ഒന്ന് എന്നെ സ്കൂളിൽ കയറ്റി വിടുമെന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
ഒരുപാട് കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് മാമ ഒന്ന് സ്കൂളിൽ നിന്ന് കയറ്റി വിടുക മാമ, അത്രയും പട്ടികളാണ് ഉള്ളത്, അതിനെ നിയന്ത്രണമൊന്നും ആക്കുമില്ല. മീൻസ് അത്രയും പട്ടികൾ ഈ വന്ധ്യംകരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല എന്താ ചെയ്തെന്നറിയില്ല. വന്ധ്യംകരണം അതൊന്നും നടക്കും തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ വന്ധ്യംകരണത്തിൻ്റെ പേരിൽ ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പോലും ഇതിൻ്റെ തുടയിലും കാലിലൊക്കെ ഈ പറയുന്ന കുറേ എന്താ പറയുക ഭയങ്കര മുഴകളൊക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അപ്പടി ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷേ മാറ്റമൊന്നുമില്ല. കാരണം ഈ പറയുന്ന വന്ധ്യംകരണത്തിൻ്റെ പേരിൽ പോലും കാശ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പട്ടികളുടെ പേരിൽ പോലും കാശ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് അവസ്ഥയാണെന്നറിയോ, അത് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. എനിക്ക് വേറെ കൊണ്ടല്ല, അത്രയും അവസ്ഥ എനിക്ക് ഭീകരമായിട്ട് ഫീൽ ചെയ്യാനുണ്ട്. അത്രയും ഇപ്പോൾ ഇന്നലെ കുട്ടി മരിച്ച ഈ കേസ്, അത് ഇന്നലെ ആ കുട്ടി എന്തിനാണ് ആ കുട്ടിക്ക് 3 വാക്സിൻ കൊടുത്തിട്ട് പോലും കുട്ടി മരിച്ചുപോയി. നമ്മളെ കൊച്ചല്ലേ, നമ്മളെ ആൾക്കാരല്ലേ, ഒന്നും പറയല്ല. ആ കൊച്ചു ഒരു 5 വയസ്സുള്ള കൊച്ചാണ്. ക്യാമറ അരുൺ സാറിൻ്റെ ശ്രീകുമാര സൈനികോ.